ആ നിന്നെ ഇപ്പൊ ഞാൻ എന്നെ പിടിക്ക്, എന്നെ പിടിക്ക് അച്ഛാ. എന്നെ പിടിക്ക്. ആ പിടിച്ചു അച്ഛാ, ആ എന്നെ പിടിച്ച്. പിടിച്ചേ ഇനി മോൻ മോൻ മോൻ. ആ പിടിക്കും പിടിക്കും എന്നാ ഒന്ന് പിടിക്കേ പിടിച്ച്. അച്ഛനെ ഞാൻ പിടിച്ച്. ആ ഇനി ഞാൻ ഇങ്ങോട്ട് വാ അച്ഛാ. സ്മൃതിയെ കൂടി കൊണ്ടുവരാത്തോണ്ട് സിദ്ധു പിണങ്ങിയിരിക്കുക. പാവം മഹിയേട്ടൻ. കളിക്കാൻ ആരുമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവനെ അറിയിക്കാതിരിക്കാനാ ഈ കുട്ടിക്കളി. എന്തൊരു വിധിയമ്മേ. കല്യാണം കഴിച്ച് കുടുംബമായി കഴിയേണ്ട അവസരത്തില് അവന്റെ ഈ ഒളിച്ചുകളി. അതിനിടയ്ക്ക് സ്വാമിയച്ഛനും കൂടി പറഞ്ഞു മോന്റെ ഒളിച്ചുകളിയെക്കുറിച്ച്. സ്വാമിയച്ഛൻ പറഞ്ഞത് അവന്റെ മനസ്സിന്റെ ചാഞ്ചാട്ടത്തെക്കുറിച്ചാ. ബോധവും ബോധമില്ലായ്മേ. വിധി അവനെ കൊണ്ട് ഒളിച്ചു കളിപ്പിക്കുകയല്ലേ. എല്ലാം മാറും ജാനകി. സ്വാമിയച്ഛനോട് ഞാൻ സംസാരിച്ചതല്ലേ. മരുന്നും കഷായവും ഒക്കെ കൃത്യസമയത്ത് കൊടുക്കണം. പിന്നെ വലിയ പഥ്യമൊന്നും ഇഷ്ടയൊന്നും പറയാത്തത് ഭാഗ്യായി. ഇപ്പൊ തന്നെ അവനെ കഷായം കുടിപ്പിക്കാൻ ഞാനും അവന്റെ അച്ഛനും കൂടി പെടാപ്പാട് പെടുക. പക്ഷെ മഹിയേട്ടൻ ബുദ്ധിപൂർവം കളിയും കഥയൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് മരുന്നും കഷായം ഒക്കെ കുടിപ്പിക്കുന്നുണ്ട്. സൂക്ഷിക്കണം മോളെ. അവന്റെ ഏറ്റവും മോശപ്പെട്ട സമയമായത്. ശനിദോഷം മാറാൻ ശനീശ്വരനെ പ്രാർത്ഥിക്കണം. ശനിയാഴ്ച തോറും എള്ളുപായസം നടത്തിക്കണം. ഒക്കെ ചെയ്യുന്നുണ്ടമ്മേ. എന്നിട്ടും അന്നവൻ ആ കൊക്കയിലേക്ക് വീണപ്പോ ഈശ്വര എല്ലാം ഒറ്റയടിക്ക് അവസാനിച്ചു എന്നാ തോന്നിയ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ജാതകത്തിൽ അവനൊരു ആയുർദോഷവും ഇല്ല. ഈ കാലദോഷം മാറുമ്പോ അവൻ പഴയ പോലെ പൊന്നാരൻ തോട്ടത്തെ കിരീടമില്ലാത്ത രാജാവാവും. നീ നോക്കിക്കോ. അച്ഛനെ പിടിച്ച്. എന്തായി? ആ ചെക്കന്റെ കാര്യവും പറഞ്ഞ് അമ്മയുടെ മുറി ഇരിക്കുക. അമ്മയേട്ടത്തി ചെക്കനും വലിയ ചെറുക്കനോടെ പുറത്ത് ഒളിച്ചു കളിച്ചോണ്ടിരിക്കുക. കളിക്കാൻ പറ്റിയ പ്രായമാണല്ലോ. അതെ, അമ്മയെ എടുത്ത് ഇപ്പൊ ഇങ്ങോട്ട് വരില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇല്ലാന്ന്. ഏട്ടത്തിയുടെ ഫോൺ വന്നപ്പോ എല്ലാം സക്സസ് ആയെന്നാ ഞാൻ വിചാരിച്ചത്. ആ മരണക്കുഴിന്ന് അവൻ രക്ഷപ്പെട്ടു വരുമെന്ന് ആരാ വിചാരിക്കുന്നത്? അവിടെ വെച്ച് ഞാൻ അവന്റെ മരുന്നെല്ലാം കൃത്യമായിട്ട് എടുത്ത് കൊടുത്തതാ. ഹരിയേട്ടൻ തന്നതെല്ലാം കൃത്യമായിട്ട് മിക്സ് ചെയ്താ കൊടുത്തത്. ഇങ്ങനൊരു വൈദ്യനെയും തേടി ഇവിടെ വന്ന് കിടക്കുമെന്ന് ആരറിഞ്ഞു? നീ പേടിക്കൊന്നും വേണ്ട. ഏത് വിശിഷ്ട വൈദ്യത്തെയും മരുന്നിനെയും നിർവീര്യമാക്കും ഈ ഒറ്റമൂലി. അവന് കുടിക്കാനുള്ള കഷായമൊക്കെ വെച്ച സ്ഥലം നീ കണ്ടുപിടിച്ചില്ലേ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒറ്റമൂലിക്ക് തന്നെ. രണ്ടു കുപ്പി ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, രണ്ടിലും പാതി പാതി ഒഴിക്ക്. വേഗം ഒഴിക്ക്. പിത്തക്കാടി എപ്പോഴാ ഓടിച്ചാടി വരുന്നെന്ന് പറയാൻ പറ്റിയല്ലോ. എടുക്ക്. ഇത് പിടിക്ക. വേഗം ആട്ടെ, വേഗം. ഇതാ ഇത് പിടിച്ച്.
എത്ര വലിയ സിദ്ധനാണെങ്കിലും അയാളുടെ മരുന്നിന് ഇനി യാതൊരു എഫക്റ്റും ഉണ്ടാകില്ല. ഇതാരെങ്കിലും കണ്ടുപിടിക്കുവോ? ചെറിയ ആ കാര്യത്തിൽ നീ പേടിക്കൊന്നും വേണ്ട. ഒറ്റമൂലി തേനിച്ചാലിച്ച് ആ ഓടംകൊല്ലി വൈദ്യൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് മുമ്പത്തെക്കാളും കയ്പ് കുറയും, മധുരം കൂടുകയും ചെയ്യും. മേമ അധികം സമയം ഇവിടെ നിന്നല്ലേ പണിയാകും. നീ വാ മേമ. അടയ്ക്കണ്ട, ഇത് തുറന്നല്ലേ കിടന്നത്, അങ്ങനെ തന്നെ കിടക്കട്ടെ. ഓ, ഇതിന് കുറച്ച് സമയം എടുക്കും. ഒപ്പിടാൻ നേരത്ത് വന്നാ മതി. നിങ്ങക്ക് പുറത്തു പോകണമെങ്കിൽ പോവാം. നിങ്ങളുടെ പേരിലല്ലേ പ്രോപ്പർട്ടി ഉള്ളത്? പക്ഷെ പേര് മാറ്റം ഉണ്ടല്ലോ. ഏട്ടന്റെ പേരിലാണ് എഴുതുന്നത്. ദേ ഇരിക്കുന്നു, അതാ എൻ്റെ ഏട്ടൻ. കൂടെ ഇരിക്കുന്നത് അച്ഛനാണ്, സാറിനറിയാലോ. ക്യാഷായിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളുടെ കമ്പനിയിലെ എല്ലാ ഡീലിങ്സും അക്കൗണ്ട് ത്രൂവാ. ഞാനും എല്ലാ ബിസിനസ്സും അക്കൗണ്ടിൽ കാണിച്ചേ ചെയ്യാറുള്ളൂ. ഞാൻ പുറത്ത് കാണും, ടൈം ആകുമ്പോൾ വിളിച്ചാൽ മതി. അച്ഛാ, അച്ഛനവർ പറഞ്ഞത് കേട്ടില്ലേ? ഇനിയും കുറേ സമയം എടുക്കും. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിട്ട് വന്നാലോ? ഞാനിവിടെ ഇവന്റെ കൂടെ ഇരുന്നോളാം. ഭാഗ്യത്തിന് കാർട്ടൂൺ കണ്ടിരിപ്പുണ്ട്. ഇന്ന് സിദ്ധുവിനെ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ഇതിപ്പോ റിസോർട്ട് തുടങ്ങാൻ പ്ലാൻ ഇട്ടത് നിന്റെ പേരിലല്ലേ? നിന്റെ പേരിൽ എഴുതിയ പോരായിരുന്നു? നോ, എല്ലാ ഏട്ടന്റെ പേരിലും മതി. ഏട്ടനല്ലേ പൊന്നാരം തോട്ടത്തെ ഐശ്വര്യം. അച്ഛാ, ഞാൻ പുറത്ത് കാണും. ഇവൾക്ക് ഇതെന്താണ് ഇത്ര ഗൗരവം? ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അവളോട് സംസാരിക്കാനാ. അത് ഇനി മനസ്സിലാക്കിയില്ലേ? അത് ഓക്കെ ആയിട്ടുണ്ട്. അതിപ്പോ എല്ലാം ശരിയാവും. അതൊന്നൊരു പ്രശ്നമല്ലെന്നേ. ഞാൻ തിരിച്ചു വിളിക്കാവേ. ശരി. എന്തു പറ്റി? മാഡം സീരിയസ് ആണല്ലോ. അല്ല, എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്ത് ദേഷ്യം? എന്റെ കരിയറിൽ ഇത്ര പെട്ടെന്നൊരു ഡീല് നടക്കുന്നത് ഇതാദ്യമായിട്ടാ. പ്രോപ്പർട്ടി കാണിച്ചു, ഓക്കെ പറഞ്ഞു, ഉടനെ രജിസ്ട്രേഷനും നടക്കുന്നു. ഞാൻ ഹാപ്പിയാ. ബ്രോക്കറേജ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഇൻസെന്റീവ് ആയിട്ട് ബോസ് എന്തെങ്കിലും തരാതിരിക്കില്ല. കമ്മീഷൻ ഞാൻ തരാം. ഏയ്, അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓഫീസിൽ നിന്ന് ഷെയർ കിട്ടുമെന്ന്, അത് തന്നെ ധാരാളം. കോഫി ഷോപ്പിൽ വെച്ച് ഞാനൊരു പ്രസന്റ് തന്നിരുന്നു. അതില് ഫില്ല് ചെയ്യാതെ വിട്ടുപോയ കാര്യം ഇതുവരെയും അതെന്താണെന്ന് മനസ്സിലായില്ലേ? അതൊരു അരിമണിയല്ലേ? അതിൽ എഴുതിയിരുന്നത് വായിക്കാൻ ഒരു ലെൻസും. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. താങ്ക് യു. മോനെ ഋഷി, ഇതേ സൈൻ ചെയ്യാനുള്ള സമയമായി. പറഞ്ഞ എമൗണ്ട് നീ തന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യട്ടെ. അച്ഛാ, ഇത് ഗോപിക. ഹായ്. ഈ പ്രോപ്പർട്ടി കൊണ്ട് കാണിച്ചതും ഡോക്യുമെന്റ്സ് എല്ലാം ഫാസ്റ്റാക്കി തന്നതും ഗോപിക. ഓ, അത് കൊള്ളാലോ. ആള് മിടിക്കുകയാണല്ലോ. എനിവേ, നൈസ് ടു മീറ്റ് യു. സെയിം ടു യു സർ. ഒപ്പിടുന്നത് സാറിന്റെ ബ്രദർ അല്ലേ? പുള്ളിക്കാരൻ ആളൊരു റിസർവ്ഡ് ആണല്ലോ. ഫുൾ ടൈം ടാബില് ഓൺലൈനിലായിരിക്കും. ഈശ്വര, ഇവിടെ നിന്ന് പോകുന്നത് വരെ സിദ്ധു ബിസി മാനായിട്ടിരുന്നാ മതിയായിരുന്നു. വാ ഋഷി. സർ, സർ, അരിമണിയാണെങ്കിലും സർ എനിക്കൊരു പ്രസന്റ് തന്നല്ലോ. പകരം ഇതിരിക്കട്ടെ. ഇനി ഒന്നാം കക്ഷിക്ക് ഒപ്പിടാം. മോനെ, ഒപ്പിട്ട് കൊടുക്ക. അവിടെ ഓക്കെ സർ, താങ്ക് യു. വാ മോനെ.
സാർ ഇറങ്ങിക്കോളൂ, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ആ, ഉം. ഈശ്വര, എന്തായിരിക്കും ആ ബോക്സില്? എന്താ ഇവിടെ നിർത്തിയേ? അച്ഛാ ഒരു മിനിറ്റ്, ആ ബ്രോക്കറെ വിളിക്കുന്നേ. എന്താ ഇത്? എ പ്ര നീ മാ. എന്താ ഇത്? അട്ടകളുടെ ഡെഡ് ബോഡിയോ? അട്ടകളുടെ പാവന സ്മരണയ്ക്കെന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ ഏപ്ര നീമ എന്ന് എന്താ കോഡ് ഭാഷയാണോ? അതെ, എനിക്ക് ഫില്ല് ചെയ്യാനായി ഐന്ന് എഴുതി മാക്കി വെച്ചില്ലേ, അതുപോലെയാ ഇതും. ഐക്ക് പകരം എ എന്ന് വെച്ച എന്റെ എന്നർത്ഥം. പിന്നെ പ്രാ അതെന്താന്ന് ഊഹിച്ച് കണ്ടുപിടിക്ക്. ഒടുവിലത്തെ നീമ എന്നാ നിനക്ക് മാത്രം. നടുക്കുള്ള ഒറ്റ വാക്ക് മാത്രം ഊഹിച്ചു നോക്ക്. ഷടാ, ഇത് കുരുക്കാണല്ലോ. എന്റെ പ്ര നിനക്ക് മാത്രം. ആ പിടികിട്ടി, എന്റെ പ്രേമം നിനക്ക് മാത്രം. പ്രേമോന്നാണെങ്കി ഏ പ്രേന്ന് എഴുതണ്ടേ? ഇത് പ്ര ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക് മാഷേ. ഹലോ, ഏ പ്ര നീ മാ, എന്റെ പ്ര. ആരാ വിളിച്ചത്? ആ ബ്രോക്കറാ. അയാൾക്ക് നമ്മള് പ്രത്യേകിച്ച് കമ്മീഷൻ കൊടുക്കണമെന്ന്. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. കൊടുത്തേക്കാം. ഈ കാട്ടില് വല്ലപ്പോഴും അവർക്കൊരു ഇടപാട് വീണ് കിട്ടുന്നേ. നമ്മള് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടത് തന്നെ ഈ ബ്രോക്കർമാരെ ഒഴിവാക്കാന്. വേണ്ട മോനെ, ഒരാളുടെ ശാപം നമുക്ക് വേണ്ട. എന്താന്ന് വെച്ചാൽ കൊടുത്തേക്ക്. ശരിക്കും എന്നെ ആ പ്രോപ്പർട്ടി കാണിച്ചതും ഓടി നടന്നുമൊക്കെ ആ ഗോപിക. അങ്ങനെയാണെങ്കിൽ അവൾക്കല്ലേ കൊടുക്കേണ്ടത്? അത് കമ്മീഷനിലൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടു എന്തോ കവർ തരുന്നതും മാറിന്ന് സംസാരിക്കുന്നതും ഒക്കെ. മോനെ, ചേട്ടാ, മോനെ എന്താ പറ്റിയത്? ചേട്ടാ ചേട്ടാ എന്താ? ഇത് കുടിക്കേ 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 മോനെ. അവിടെ വളരെ നോർമലായി സൈനൊക്കെ ഇട്ടപ്പോ ഞാനൊന്ന് ആശ്വസിച്ചതാ. കണ്ടില്ലേ വീണ്ടും. അല്ല, ദേവിക ഊണ് കഴിക്കാൻ വരുന്നില്ലേ? രാവിലെ തിരക്കിനിടയില് ചോറെടുക്കാൻ മറന്നുപോയി. വീട്ടിൽ നാളെ കൊണ്ടുവരും. ശരി. അയ്യോ, അമ്മയുടെ മെസ്സേജ് ആണല്ലോ. അങ്ങോട്ട് വിളിക്കാൻ. ആ മോളെ, ഫ്രീ ടൈം അല്ലേ? ക്ലാസ്സിലല്ലോ. അല്ലമ്മേ, അമ്മ എന്താ വിളിക്കണമെന്ന് പറഞ്ഞത്? വീട്ടിലുള്ളപ്പോ അടുത്ത ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. ഇപ്പോഴാണെങ്കിൽ ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ. എന്താ അമ്മ കാര്യം? അമ്മ എന്താ ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇല്ല, രാവിലെ മുതല് മനസ്സിനൊരു സമാധാനമില്ല. നീ എന്നോട് പറയാത്തതാണെന്ന് എനിക്കറിയാം. സ്വർണ്ണമ്മയുടെ മകന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. സുലോചന ആന്റി ഭദ്രന്റെ കാര്യം പറഞ്ഞു എന്നുള്ള നേരം. പക്ഷെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല.
ആന്റിയെ ആ സ്വർണ്ണമ്മ വിളിച്ച് നല്ലപോലെ ശല്യപ്പെടുത്തുന്നുണ്ട്. കടം തീർക്കാൻ ആന്റിയോട് അവർ നിർദ്ദേശിച്ച വഴിയാ. ആന്റിയുടെ തെറ്റല്ല. സുലോചനയുടെ സ്വഭാവം എനിക്കറിയാലോ. മോളെന്തായാലും ആ ഭദ്രന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. നിനക്കിഷ്ടമില്ലാത്ത ഒരു ബന്ധവും അമ്മ ഒരിക്കലും അടിച്ചേൽപ്പിക്കില്ല. പിന്നെ ബാധ്യതയുടെ കാര്യം ഒറ്റയടിക്ക് അമ്മയ്ക്കത് തീർക്കാൻ കഴിയില്ല. എങ്കിലും അമ്മ ശ്രമിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഗോൾഡിന്റെ ചിട്ടിക്ക് ചേർന്നിരുന്നു. നിനക്ക് വേണ്ടി കുറച്ച് ഓർണമെന്റ്സ് കരുതി വെച്ച ഒരു നല്ല പയ്യനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താം. അതിനുവേണ്ടിയേ ഞാൻ ഇനി നാട്ടിലേക്കുള്ളൂ. 3 വർഷമായില്ലേ അമ്മ വന്നിട്ട്. ഓ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടമ്മേ. ആ സ്വർണ്ണമ്മയുടെ കടം ഒന്ന് തീർന്നു കിട്ടിയാ മതി. അമ്മയെ കാണാൻ കൊതിയാവുക. ചിലപ്പോ തോന്നും ആ വീട് വിറ്റായാലും കടം തീർക്കാമെന്ന്. അമ്മയ്ക്കെപ്പ നാട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമല്ലോ എന്ന്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മ ഒപ്പം ഉണ്ടെങ്കിൽ കിട്ടുന്നൊരു സേഫ്റ്റി, അതിനല്ലേ അമ്മ ഇമ്പോർട്ടൻസ്. ഗോപികയും പറയും അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഞാൻ അവളെയും വിളിക്കുന്നുണ്ട്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മോള് സുലോചന പറഞ്ഞ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയാ. നിന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നതും നിന്റെ കല്യാണമൊക്കെ നിന്റെ അച്ഛന്റെ വലിയ സ്വപ്നമായിരുന്നു. ശരി മോളെ, ഞാൻ ഫോൺ വെക്കട്ടെ. മോളെ, ആന്റി, എന്താ ആന്റി, എന്താ ഇവിടെ? നല്ലയാളാ. രാവിലെ ഫുഡ് എടുക്കാതെ പോന്നുവല്ലേ? ഞാൻ എത്ര വെളുപ്പിനെ എഴുന്നേറ്റ് ഫുഡൊക്കെ റെഡിയാക്കിയെന്നറിയോ? അയ്യോ സോറി ആന്റി, ഞാൻ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചു കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നല്ലോ. ഏയ്, ആന്റി മെനക്കെട്ട് ഇതുവരെ വരേണ്ടിയിരുന്നില്ല. എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. മോള് കഴിക്കും. നീ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത് കഷ്ടപ്പെടുമ്പോ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അപ്പച്ചിയുടെ കടമയല്ലേ? നീ കഴിക്ക്. അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. ഞാൻ കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാം ആന്റി. എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യം കാണുമെന്ന്. പക്ഷെ മോളെ, ഇക്കാര്യത്തില് നീ വെറുതെ ആന്റിയെ തെറ്റിദ്ധരിച്ചതാ. ആ ഭദ്രനെ പോലൊരു ഗുണ്ടയെ കൊണ്ട് നിർബന്ധിച്ച് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഈ ആന്റി കൂട്ടു നിൽക്കുവോ? എന്നാലും സ്വർണ്ണമ്മയുടെ ഭീഷണി ഒന്ന് അവസാനിച്ച് കിട്ടണ്ടേ? അവര് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ? അവര് തന്നെയാ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. ആന്റി എന്താ പറഞ്ഞു വരുന്നത്? ആ ഭദ്രനെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ? അയ്യോ അല്ല, അങ്ങനെയല്ല. മോള് ഈ കല്യാണത്തിന് സമ്മതിക്കണമെന്നാ എന്റെ ഒരു അഭിപ്രായം. ആന്റി, നീ വിചാരിക്കുന്ന പോലെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. കൊറേയൊക്കെ ഈ ആൾക്കാർ ഉണ്ടാക്കി പറയുന്നത്. ആണുങ്ങളാവുമ്പോ അല്പസ്വല്പം കള്ളുകുടിയും തല്ലുപിടിയും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം. അതൊക്കെ കല്യാണം കഴിഞ്ഞ് മോള് വിചാരിച്ചാ മാറ്റിയെടുക്കാൻ പറ്റും. മോളൊന്ന് ആലോചിച്ച് നോക്ക്. 1 2 അല്ല, 11 ലക്ഷം രൂപയാ നമ്മുടെ കടം. ആ കടം വീട്ടാണ്ട് മോളുടെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? മോളുടെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഗോപികയ്ക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അഞ്ജിതയ്ക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ജീവിതകാലം 3 നിറച്ച് ആ വീട്ടിൽ കിടക്കേണ്ടി വരൂലേ ആ ജീവനന്തകാലം? ആ സ്വർണ്ണമ്മയുടെയും ഭദ്രന്റെയും അടിമകളായിട്ട്. അവര് നാട്ടില് വലിയ കാശുകാരാ, സ്വാധീനമുള്ളവരാ. അവരങ്ങനെയൊക്കെ തന്നെ ചെയ്യും. ഇനിയെല്ലാം മോളുടെ കയ്യിലാ. ആന്റി എന്നോട് ഇതെല്ലാം പറഞ്ഞു എന്റെ മനസ്സമാധാനം കളഞ്ഞു. ആന്റി എന്തിനാ അമ്മയെ വിളിച്ചതൊക്കെ പറഞ്ഞത്? അമ്മയുടെ സമാധാനം കൂടി കളയാനോ? കല്യാണക്കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കേണ്ടത് ശ്രീകലയല്ലേ? അപ്പൊ അവളെ അറിയിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? അറിയിച്ചു. അതിനിപ്പോ എന്തോ? വേണ്ടിയിരുന്നില്ല. അമ്മയുടെ സമാധാനം കൂടി പോയി.
നിനക്ക് സന്തോഷായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ മോക്ക് നല്ലൊരു കല്യാണ ജീവിതം നല്ല പ്രായത്തിൽ ഉണ്ടാവില്ല എന്ന് ചുരുക്കം. പോട്ടെ. എന്താ ഋഷി സാറ് വരാത്തെ? വിളിച്ചത് ഓവർ ഫ്രീഡം എടുത്തൊന്ന് തോന്നി കാണോ? ഓർമ്മയുണ്ടല്ലോ, അങ്ങോട്ട് നടക്കുമ്പോ സൂക്ഷിക്കണേ. ഏയ്, ഇനി അബദ്ധമൊന്നും പറ്റില്ല. എന്താ ഇവിടെ വരാൻ പറഞ്ഞേ? എന്നെ അട്ടകളെ കൊണ്ട് കടുപ്പിക്കാനാണോ? ഇതല്ലേ നമ്മളെ കണ്ട ഫസ്റ്റ് സൈറ്റ്. ഫാം ഹൗസിന് പറ്റിയ സ്ഥലമാണെന്ന് സമ്മതിച്ചതൊക്കെ മറന്നോ? അതിവിടെ അല്ലല്ലോ, കുറച്ചുകൂടെ മുകളിലല്ലേ? ആ, പക്ഷേ തുടക്കം ഇവിടെ ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തന്ന പ്രസന്റ് ഇല്ലേ, ആ അരിമണിയിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതില് അയ്യെന്ന് എഴുതിയിട്ടുമുണ്ട്, ബാക്കി വാക്കുകളൊന്നും കണ്ടതുമില്ല. ഈ ഐ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് മനസ്സിലായില്ല? ഐയിൽ തുടങ്ങുന്ന ആ പോപ്പുലറായ 3 വാക്കുകൾ അറിയില്ലല്ലേ?